498 ദിവസമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ചിലവഴിച്ചത്. നിങ്ങളുടെ ദയ എന്റെ ആത്മാവിൽ എന്നേക്കുമായി കൊത്തിവയ്ക്കപ്പെടും. നിങ്ങൾ സഹിച്ച അടിച്ചമർത്തലിനും ആക്രമണത്തിനുമപ്പുറം നിങ്ങളിൽ നിന്നാണ് ഞാൻ മനുഷ്യന്റെ യഥാർത്ഥ ധീരതയുടെ, നിർവ്യാജ്യമായ വീര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മൂല്യങ്ങളോടുള്ള ബഹുമാനത്തിന്റെ എന്നിവയുടെ എല്ലാം യഥാർത്ഥ അർത്ഥം പഠിച്ചത്. തടവിലായിരുന്നപ്പോഴും നിങ്ങൾ സ്വതന്ത്രരായിരുന്നു. എന്നാൽ സ്വതന്ത്രനായിരുന്ന ഞാൻ ഒരു തടവുകാരനായിരുന്നു. മകനെ അച്ഛൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ ജീവൻ സംരക്ഷിച്ചു. നിങ്ങൾ എൻ്റെ ആത്മാഭിമാനം, ആരോഗ്യം, മാനം എന്നിവയെല്ലാം ശ്രദ്ധിച്ചു. സ്വന്തം മണ്ണിനും കവർന്നെടുക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നവരുടെ കൈകളിലായിരുന്നു ഞാൻ. എൻ്റെ സർക്കാർ അധിനിവേശം നടത്തിയ ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും മോശം വംശഹത്യ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ എന്നെ പട്ടിണിക്കിട്ടില്ല, അപമാനിച്ചില്ല. നിങ്ങളുടെ കണ്ണുകളിലാണ് ഞാൻ പൗരുഷത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടത്. നിങ്ങളുടെ ഇടയിൽ ജീവിച്ചതിലൂടെയാണ് ഞാൻ ത്യാഗത്തിന്റെ മൂല്യം മനസ്സിലാക്കിയത്. കൂട്ടനശീകരണായുധങ്ങളുമായി വരുന്ന ശത്രുവിനെതിരെ സ്വന്തം ശരീരമല്ലാതെ മറ്റൊന്നും കൈവശമില്ലാതിരുന്നിട്ടും നിങ്ങൾ മന്ദഹസിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ മഹത്വം ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് വാക്കുകൾ കണ്ടെത്താനാവില്ല. നിങ്ങളുടെ മഹത്തായ വ്യക്തിത്വത്തോടുള്ള എൻ്റെ വിസ്മയവും അഭിനന്ദനവും ഇതുവഴി പ്രതിഫലിപ്പിക്കാനും എനിക്ക് കഴിയില്ല. നിങ്ങളുടെ വിശ്വാസം തടവുകാരോട് ഇങ്ങനെ പെരുമാറാനാണോ ശരിക്കും പഠിപ്പിക്കുന്നത്? മനുഷ്യനുണ്ടാക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങളും യുദ്ധ പ്രോട്ടോക്കോളുകളും നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ നിങ്ങളെ ഉയർത്തുന്ന ആ വിശ്വാസം എത്ര മഹത്തരമാണ്! അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും നിങ്ങളുടെ നീതിയും കാരുണ്യവും കേവലം മുദ്രാവാക്യങ്ങളായിരുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ പെരുമാറ്റത്തിൽ അത് പ്രകടമായിരുന്നു. സാഹചര്യങ്ങൾ എത്ര ഇരുണ്ടതായിരുന്നുവെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചില്ല. വിശ്വസിക്കൂ, എപ്പോഴെങ്കിലും ഞാൻ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അർപ്പണബോധമുള്ള വിദ്യാർത്ഥിയായി ജീവിക്കും. കാരണം ഞാൻ സത്യം പഠിച്ചത് നിങ്ങളുടെ ജനങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ഈ മണ്ണിന്റെ ഉടമകൾ മാത്രമല്ല, തത്വങ്ങളുടെയും നീതിയുടെയും ഉടമകൾ കൂടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അലക്സാണ്ടർ ടാർബനോവ് പ്രകടിപ്പിച്ചത് വെറുമൊരു നന്ദിയല്ല, അത് ലോകത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രചാരണങ്ങളെ ഭേദിച്ച് കടന്നു പോവുകയും അപൂർവമായി മാത്രം സംസാരിക്കപ്പെടുന്ന ഒരു സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ഉപരോധത്തിന്റെ കീഴിൽ പോലും അന്തസ്സും അനുകമ്പയും നീതിയും നിലനിൽക്കും. താൻ ഭയപ്പെടാൻ പഠിച്ചവരുടെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നതിലൂടെ ടാർബനോവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി ആധിപത്യത്തിലോ പ്രതികാരത്തിലോ അല്ല, കരുണയിലാണെന്നാണ്. വിദ്വേഷത്തിന്റെ ആഖ്യാനത്തിന് വിപരീതമായ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി അദ്ദേഹത്തിന്റെ മൊഴി നിലകൊള്ളുന്നു. യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും മനുഷ്യന്റെ ആത്മാവിന് രാഷ്ട്രീയത്തിനും വേദനയ്ക്കും അതീതമായി ഉയരാൻ കഴിയുമെന്നതിന്റെ തെളിവാണിത്.